بسم الله ما شاء الله كان وما لم نشأ لم نكن لا حول ولا قوة إلا بالله العلي العظيم عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أولياؤه إلا المتقون قال الله عز وجل ذكر الأنبياء عبادا وذكر الصالحين كفارا قال رسول الله يا ربي صيب صلاة ثم تسليمة على النبي هوى عزا وتكريمة والآل والصحب وتبع دائمة وأرض عنا ولي يا محي الدين يا محي ديني നമ്മളെ സദസ്സ് ആദ്യം ഒന്ന് സജീവമാകണം. കടവത്തൂർ ഉസ്താദ് പറഞ്ഞതുപോലെ ഒന്ന് ആവേശം ഉണ്ടാകണം. ഇവിടെ ആ ഒഴിഞ്ഞ കസേലൊക്കെ ഒന്ന് ഫില്ലാക്കി ബാക്കിയുള്ള കസാലകളൊക്കെ ബാക്കിൽ ഒഴിഞ്ഞിരുന്ന കസാലൊക്കെ ബാക്കിലാക്കിയിരിക്കുക. എല്ലാവരും ഇല്ലോ ഒന്ന് എണീറ്റ് നമുക്ക് നല്ല വയലുകാരുള്ള വയലുകാരുമ്പോൾ സരസ്വന്ന് വേണം. ബഹുമാനപ്പെട്ട താജുല്ലം ബാബ ഇഷ്ടപ്പെട്ട രണ്ട് വേത്തില്ല മുകളൊക്കെ ഉറക്ക ജവാബിലിക്കോളി. യാനൂറൽ ഹുദാ അലൈക സലാത്തുമാ അസ്സലാമി ഖുദ് ബി ഐദി നാഫകുന്ന ഫിൽ ഉമൂരി ഹൈരീനാ ലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ മുന്നിലെ ചെറിയ മക്കളെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. നല്ല തന്ന കവറ് നല്ല കാശത്തോടുകൂടെ അതിവിടെ തിരിച്ചേൽപ്പിക്കണമെന്ന് അറിയിച്ചുകൊള്ളും. ആ ബക്കറ്റിട്ട് വരുമ്പോൾ ആ ബാക്കിൽ നിന്നൊക്കെ ശബ്ദം ഉണ്ട് പോകാനട്ടോ. ഇന്നായാ ഖൈറൽ അനാമി ജീനാകാനൈ ലൽ മഹറാമി ഇല്ലം തുഞ്ചി നാഫമയ്യുൻ ജീനാമഅവൽ ഹൈരീനാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് قد آتاك من آتاك باغتنام من رضاك نرجو حتى لن هداك يا رحمة العالمين لا إله إلا الله لا إله إلا الله يا الله تب علينا في زمرة صالحين بحق الحبيب قرة العينين سالمين لا إله إلا الله لا إله إلا الله. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള സാദാത്തുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, അള്ളാഹു ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിനോട് ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട് സഹായിച്ച, സഹകരിച്ച സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാവരുടെ ഖൈറായ
ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഇവിടെ ധാരാളം മഹാരഥന്മാർ, മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അതേപ്രകാരം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിരുന്ന ബാഖവി ഉസ്താദ് ഉൾപ്പെടെ ധാരാളം മഹാത്മാക്കളെ സ്മരിക്കുന്ന ഈ മജ്ലിസ് അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും അള്ളാഹു ആക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ ആളുകൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ, അവരുടെ പ്രചരണം അള്ളാഹു ഏറ്റെടുത്തതാണ്. അത് നമ്മളാരും നടത്തിയില്ലെങ്കിലും പടച്ച റബ്ബ് അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ഏവരുടെയും മഹത്വം അള്ളാഹുവാണ്. അള്ളാഹ് വിചാരിച്ച ആളുകൾ അവരെ ഉയർത്തുകയാണ്. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി അള്ളാഹിന്റെ ഹബീബ് ഈ ലോകത്ത് വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രചരണം പടച്ച റബ്ബാണ് നടത്തുന്നത്. അന്നത്തെ പ്രഭാതം പൊട്ടിവിടരുമ്പോ ओ बाता ईवानु किस रावहुआ मुंसोदी हो कसमली अस्हाबी किस रावई रामुल तेईमी मौलाया सल्ली वसाल अला हबीबी कखई സാവാ തടാകം പറ്റുകയും പേർഷ്യക്കാർ ആരാധിച്ച അഗ്നികുണ്ടാരം പൊളിയുകയും അത്ഭുതങ്ങൾ കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, ഇന്നത്തെ പ്രത്യേകത എന്താ? എല്ലാവരും അറിയേണ്ട സത്യമായി എത്തുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ തറവാട്ടിൽ ഒരു ഓമന പൈതൽ ജനിച്ചിരിക്കുകയാണ്. അതാണ് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. അത് പടച്ച റബ്ബാണ്ട് പ്രചരിപ്പിച്ചു. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ ജനിച്ചപ്പോ പടച്ചോന് തോന്നി ഒന്ന് പ്രചരിപ്പിക്കണം. അവരുടെ ജനനം പരിശുദ്ധ റമളാനില. ഇത് വഫാത്തിന്റെ മാസമാണ്, റബീഉൽ ആഖിർ. അവർ ജനിക്കുന്നത് പരിശുദ്ധ റമളാനില. മുതലായ റമളാനിൽ 30 നാളിലും മുലകൂടിക്കും കാലം മുലയെ തോടാത്തവേ. റമളാനിന്റെ പകലില്ല കുട്ടി മുല കുടിക്കാറില്ല. പിറ്റത്തെ റമളാൻ വന്നപ്പോഴും പകലിൽ മുല കുടിച്ചിട്ടില്ല. ആളുകൾ അത്ഭുതം കേട്ടറിഞ്ഞ് ആ കുഞ്ഞിന്റെ മഹത്വം വാഴ്ത്തുകയാ. ജനിച്ച സമയത്ത് റമളാനാണ്, മുല കുടിക്കൂലേ, അതൊക്കെ തർക്കിക്കേണ്ട വിഷയമല്ല. ഇവിടെ അങ്ങനെ തർക്കം സ്ഥിരപ്പെടുത്തേണ്ട ഒരു വേദിയാണെന്ന് തോന്നുന്നില്ല. ചുരുക്കത്തിൽ മുഹയ്യദ്ദീമാല പറഞ്ഞാൽ തന്നെയും അതെല്ലതും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഗൗസുൽ ആലമിന്റെ പ്രചരണം പടച്ച റബ്ബ് അത് ഏറ്റെടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വേങ്ങര ഭാഗത്തുള്ളൊരു മുഹമ്മദ് ബാഖവി, അയാൾ അള്ളാഹു പ്രചരിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോൾ മൂപ്പരെത്തിപ്പെട്ടത് ഈ പുത്തൂർ മർക്കസിന്റെ ഭാഗത്താണ്. ആ പുത്തൂർ മർക്കസിന്റെ ഭാഗത്തിന് ആത്മാർത്ഥമായ സേവനം ചെയ്തപ്പോൾ നിങ്ങൾ ഇന്ന് ആ മഹാനെ സ്മരിക്കുകയാണ്. അള്ളാഹു പ്രചരണത്തിന് വേണ്ടി പടച്ചവൻ ഉദ്ദേശിച്ചപ്പോ അതിന്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികളാണ് ഇതെല്ലാം. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാരഥന്മാരെ മുൻനിർത്തി ദുആ ചെയ്യുക. മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. അതുകൊണ്ട് ഔലിയാക്കളെ സ്മരിക്കുമ്പോ, അവരുടെ ആണ്ടുകൾ നടക്കുമ്പോ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതെന്താണ്? ഒന്നാമതായി സ്വാലിഹീങ്ങളായ ആളുകൾ അവർ ജീവിതത്തിൽ ഹറാമായ കഴിച്ചിട്ടില്ല. സ്ഥാപനത്തിന്റെ സെക്രട്ടറി കടവത്തൂർ അസഫ് സഖാഫി പറഞ്ഞു, സ്ഥാപനത്തിന്റെ കാശ് കൊണ്ട് ഇവിടെ ഈ സംരംഭം നടത്താൻ പറ്റൂല. അതങ്ങനെ തന്നെയാണ്. അപ്പോ അതിവിടെ ഹലാലാകാൻ നിങ്ങൾ കാശ് കൊടുക്കണം. അതേ പ്രകാരം സാമ്പത്തിക രംഗത്ത് ധാരാളം പ്രതിസന്ധികളുള്ള കാലങ്ങളാ. ഈ കാലഘട്ടത്തിൽ ഹറാമും ഹലാലും ചിന്തിക്കാത്ത കാലങ്ങളാ.
മഹാനായ ഗൗസുൽ ജീവിതത്തിൽ ഹറാമായ ഭക്ഷണം ഭക്ഷിച്ചിട്ടില്ല. അവിടുത്തെ മാതാപിതാക്കൾ ഭക്ഷിച്ചിട്ടില്ല. സ്വാലിഹീങ്ങളായ അധികം ആളുകളെ ചരിത്രമെടുത്താലും അവർ ഹറാമാകാൻ സാധ്യതയുള്ള ഭക്ഷണം പോലും അവർ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മഹത്തായ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹറാമായ പണം നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ, നമ്മുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പിയാൽ അതുകൊണ്ട് ആരോഗ്യമൊക്കെ ഉഷാറാകുമെങ്കിലും അവർക്ക് നിസ്കരിക്കാൻ മടിയാ, ദിക്ർ ചൊല്ലാൻ മടിയാ, സൽക്കർമ്മത്തിന് മടിയാ, നിസ്കരിക്കാൻ മടി വരും, നോമ്പെടുക്കാൻ മടി വരും. ഉസ്താദ് പറഞ്ഞ ദ്വാരക്കുമ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, മെയിൻറ്റെയിൻ ചെയ്യാതെ അങ്ങനെ ഇരിക്കും. നമ്മളോ ദിക്റും സലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളെ തുണ റബ്ബന ഇല്ലല്ലാഹു. നമ്മൾ ആ കൽബുള്ള ആളാ. എൻ്റെ കുട്ടിക്ക് മദ്രസ പോകാൻ ഒരു മടിയാ, എൻ്റെ കുട്ടിക്ക് പള്ളിക്ക് പോകാൻ മടിയാ, എൻ്റെ കുട്ടിക്ക് ദിക്റിന് വരാൻ മടിയാ, ഞമ്മക്കും മടിയാ. അവിടെ മനസ്സിലാക്കണം, ഹറാമായ ഭക്ഷണം എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഔലിയാക്കളിൽ പ്രഗത്ഭനായ അബൂ യസീദുൽ ബിസ്താമി തങ്ങളവറുകൾ നിസ്കാരത്തിന് മടി വന്നാൽ, ദിക്റിന് മടി വന്നാൽ അവിടുന്ന് പറയും, ഉമ്മ ഹറാമായ ഭക്ഷണം ഭക്ഷിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഹറാമ് വയറ്റിലെത്തിയാൽ ചെയ്യാൻ കഴിയില്ല, നിസ്കരിക്കാൻ തോന്നൂല. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട തീരുമാനം, എൻ്റെ കുട്ടിക്ക് ഞാൻ ഹറാമായ ഭക്ഷണം കൊടുക്കൂല, എൻ്റെ വീട്ടിൽ കൊണ്ടുവരൂല. ആളുകളെ പറ്റിക്കണ്ട, ചതിക്കണ്ട, പലിശ എടുക്കണ്ട, വഞ്ചന നടത്തണ്ട. ഹലാലായ പണം കൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാ. മഹാത്മാക്കളായ ആളുകൾ ആദരിക്കപ്പെടാൻ ഗൗസുൽ ഒക്കെ പ്രത്യേകത കുടുംബപരമായി തന്നെ മഹത്താണ്. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിന് സാദാത്തീങ്ങളെ നമ്മൾ കൊണ്ടുവരികയാണ്. ഇവിടെ പോയി ഇന്നത്തെ മജ്ലിസിന് മഹാനായ സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ വരികയാണ്. ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായ തങ്ങളവറുകളുണ്ട്. ഈ തങ്ങന്മാരെന്ന് പറഞ്ഞാൽ മുമ്പ് പാപ്പ പറഞ്ഞു, കുട്ടിയെ തങ്ങന്മാരെ വല്യപ്പാന്ന് വിളിച്ചാൽ അവരെ വല്യപ്പാന്റെ വിളി മദീനത്ത് നിന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി. നമ്മൾ വല്യപ്പാന്ന് വിളിച്ചാൽ ഏതെങ്കിലും ശ്മശാനത്ത് ചുടലപ്പറമ്പ് നീക്കാരൻ വിളി കേൾക്കരുത്. അതാ മാറ്റം. അതുകൊണ്ടാ ഗൗസുൽ പ്രത്യേകത കണ്ടോ, അന്തൽ ഹുസൈനിയാവൽ അസനിയാകും തമാ ആബംബോമൻ ശരീഫൈനി ഖദിജ്തമാ മൗലായ സല്ലി വസല്ലിം ദായിമൻ. നിങ്ങളെ കൊണ്ട് ബേത്തിരികളെ പൂതിക്കല്ല, സദസ്സൊന്ന് ഇങ്ങോട്ട് ശബ്ദം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോഴൊന്ന് സദസ്സ് സജീവമായല്ലോ. ഹസൻ ഹുസൈൻ തങ്ങന്മാരെ പരമ്പര, സുന്നികൾ മാത്രമേ തങ്ങന്മാരെ ആദരിക്കുള്ളൂ. നമ്മൾ തങ്ങന്മാരെ ആദരിക്കുന്ന ആളുകളാ. മഹാനായ താജുൽ ഉലമ സയ്യിദാണ്. പാണക്കാട് തങ്ങന്മാരാ, ജമലുല്ലൈലി തങ്ങന്മാരാ, ബുഖാരി തങ്ങന്മാരാ, ബാഫക്കി തങ്ങന്മാരാ. അവരെ പാട്ടി തിരിച്ച് ചീത്ത പറയേണ്ടവരല്ല, ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയേണ്ടവരല്ല, ബേത്ത് ആദരിക്കപ്പെടേണ്ടവരാ. ചില ആൾക്കാര് അവരാൾക്കാരായ തങ്ങൾ, പിന്നെ തങ്ങൾ അങ്ങനല്ല. തങ്ങന്മാർ ഇസ്ലാമിനെതിരായി പറഞ്ഞാൽ, ശരീഅത്തിനെതിരായി പറഞ്ഞാൽ അവരുടെ ആ കാര്യങ്ങൾ വിളിച്ചു പറയണം, അത് തെറ്റാണെന്ന് പറയണം. അതേസമയത്ത് അവരെ കൈപിടിച്ചുംബിക്കണം. വ്യക്തിപരമായ ആദരവുള്ളവരാണ്. എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും അവരെ കൈ ഞാൻ മുറിക്കും. അതുകൊണ്ട് ആറ്റലായ റസൂലിൻ്റെ പേര് കീടാങ്ങളാണവർ, ആരാരും വായ്റ്റും സോദരർ, ആരംഭപ്പേ ഹസൻ ഹുസൈൻ.
അഹ്ലു ബൈത്താണ്. അള്ളാഹു നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ നിങ്ങൾ എത്ര സ്വതക്ക കൊടുത്താലും നഷ്ടപ്പെടൂല. അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യ, അതും ബാഫക്കി തങ്ങളെ പൊന്നോമന പുത്രനാ. ബാഫക്കി തങ്ങൾ അറിയാത്തവരുണ്ട് ആരെങ്കിലും? അള്ളാഹു അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിന് പകരമായി അള്ളാഹു എല്ലാത്തിനും ബർക്കത്ത് നൽകുമാറാകട്ടെ. മഹാനായ ഗൗസുൽ-ആലമിനെ സ്മരിക്കുമ്പോൾ അവരാവശ്യപ്പെട്ട ഒരു കാര്യം, ഉമ്മാ എനിക്ക് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് പഠിക്കണം, ഉമ്മാ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടണം, ഉമ്മാ. അതേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ചില പാപ്പന്മാർക്ക് ലക്ഷ്യം ഈ സ്കൂൾ മാത്രം മതി. ഞാൻ ഓർത്തു പോവുക, മഹാനായ ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അള്ളാഹു ദർജറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ അവിടുത്തെ ഒരു ജീവനക്കാരൻ, സേവകനാണ്. അപ്പം അവിടെ ഞങ്ങളുടെ കാലത്ത് ഉസ്താദ് പറയും, അവിടെ എത്തിങ്ങാനും സ്ഥാപനമൊക്കെ ഉണ്ട്. ഒരു കുട്ടിയെ ചേർക്കാൻ വരുമ്പോൾ ഇവിടുത്തെ സ്കൂൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ കുട്ടിനോട് എടുക്കണ്ടെന്ന് പറഞ്ഞേക്കേണ്ടി. കാരണം ആ കുട്ടി കയറിയാൽ ആ സ്ഥാപനത്തിൻ്റെ ബർക്കത്തൊക്കെ പോകുന്നവരെ. കാരണം ആ ബാപ്പാക്ക് ഈ സ്കൂളെ ചിന്ത ഉണ്ടാവും. ഇവിടെ ഞങ്ങനത്തെ അമ്മമാരും ബാപ്പാരൊന്നും പേരുണ്ടാവില്ല. ഇവിടെ എല്ലാവരും മദ്രസയിലേക്ക് ഉസ്താദ്, ഇവിടെ ഉസ്താദ് എല്ലാവരും വന്ന് ഇവിടുത്തെ മദ്രസ എങ്ങനെ, ദീൻ എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളെ ഭാഗത്തൊക്കെ ചില ആൾക്കാർ ഈ സ്കൂൾ എങ്ങനെ, അതിനനുസരിച്ച കുട്ടിക്ക് അഡ്മിഷൻ. മുല്ലപ്പൂ പോലെ നട്ട നായ്ക്കുരനായിട്ട് വിരിയൂലേ ആ മക്കളൊക്കെ. നിങ്ങളറിയണം, മഹാനായ നബിയുള്ളാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് ചോദിച്ചു, സുലൈമാൻ നബിയെ നിങ്ങളെ ഞാൻ രാജാവാക്കാം, നിങ്ങളെ ഞാൻ കോടീശ്വരനാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൽമ് തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ളതെടുക്കാം. സുലൈമാൻ നബി പറഞ്ഞു, എനിക്ക് അധികാരം വേണ്ട, എനിക്ക് കോടീശ്വരനാകണ്ട, എനിക്ക് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ മതി. സുലൈമാൻ നബി ഇൽമിനെ തെരഞ്ഞെടുത്തു എന്നതിന്റെ പേരിൽ ആ സുലൈമാൻ നബി രാജാവാവുകയാ, കോടീശ്വരനാവുകയാ. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളെ മക്കൾ SLC-യിൽ പാസ്സാകണോ, നിങ്ങളെ മക്കൾ +2-ൽ പാസ്സാകണോ, നിങ്ങളെ മക്കൾ ഡിഗ്രിയിൽ പാസ്സാകണോ, നിങ്ങളെ മക്കൾ പഠിച്ചൊരു ജോലിയിലെത്തണോ, ഒരു സ്ഥാനത്തെത്തണോ, അവരെ മതരംഗത്ത് സജീവമാക്കുക, മതരംഗം ശരിക്ക് പഠിപ്പിക്കുക. അല്ലാതെ നിങ്ങളെ മക്കൾക്ക് ഉയരാൻ കഴിയില്ല. പഠിച്ചാൽ തന്നെ ആ മക്കളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. ഇപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ പുത്തൂർ മർക്കസിൽ ദഅ്വാ കോളേജ് ഉണ്ട്. അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. 2 വിദ്യാഭ്യാസവും PG ഉണ്ട്, മതരംഗമുണ്ട്. ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ മദ്രസ പഠിക്കുന്നവരാ, ദീന് പഠിക്കുന്നവരാ, സ്കൂൾ പഠിക്കുന്നവരാ. ഞമ്മക്ക് മാത്രം അത് പഠിച്ചാൽ മറ്റ് തകരുന്നാണ്. അല്ല, അത് നിങ്ങൾ എത്ര മെയിൻറ്റ് ചെയ്യുന്നുവോ, എന്റെ കുട്ടി മദ്രസ ലീവാക്കാതെ, ദീനി ലീവാക്കാതെ മതരംഗം സജീവമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അവിടെ അതാ ആ കുട്ടികളൊക്കെ വലിയ സ്ഥാനത്തെത്തുകയാ, അവരെല്ലാ പരീക്ഷയിലും വിജയിക്കുകയാ. അവിടെയാണ് ഉമ്മമാര് ഗൗസുൽ-ആലമിന്റെ ഉമ്മാന്റെ ചിന്ത. ഞാൻ ബഗ്ദാദിലേക്ക് പോവുകയെന്ന് പറയുമ്പോ പറ്റൂല എന്ന് പറഞ്ഞ ഉമ്മയോട് ദീനിന്റെ കാര്യം പറയുമ്പോ ആ ഉമ്മ മാറി ചിന്തിക്കുകയാ. അതുകൊണ്ട് ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ വെക്കേഷൻ കാലാവധിയിലേക്ക് കടക്കുകയാ. ഈ ജീലാനി ദിനത്തിന്റെ സന്ദേശമായി എന്റെ മക്കളെ ഞാൻ എവിടെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടേൽപ്പിക്കണം, ഇല്ലെങ്കിൽ നാട്ടിലെ സ്ഥാപനത്തിൽ പഠിപ്പിക്കണം. ഏത് ഡിഗ്രിക്ക് പഠിച്ചാലും 1 മണിക്കൂറെങ്കിലും ദീനുമായി ബന്ധപ്പെടാതെ എന്റെ മകനെ വിടാൻ പാടില്ല. ഉമ്മ ചിന്തിച്ചാൽ നന്നാവാത്ത ഒരു കുട്ടി ഈ ലോകത്തില്ല. മക്കൾ എവിടെ മോശമാകണോ അതിന്റെ പ്രധാന ഉത്തരവാദിത്വം ഉമ്മമാർക്കാണ്. ഏത് മന്ദബുദ്ധിയായ കുട്ടിയും ഉയരും. ആ ഉമ്മാന്റെ കൽബൊന്ന് നന്നായാൽ എൻ്റെ കുട്ടി നന്നാകണം, പരിശ്രമം വേണം. ഇത് ഉമ്മമാരെന്നെ എന്തെങ്കിലുമൊക്കെ തരികടകൾ പറഞ്ഞ് കുട്ടികളെ സ്ഥാപനമൊക്കെ ലീവാണെങ്കിൽ സ്കൂളിൽ ലീവായ അന്ന് വരിക, ഇനി നാളെ മദ്രസയല്ലേ ഉള്ളൂ ഉസ്താദേ ഒന്ന് വിട്ടുതന്നാടി. അപ്പം തന്നെ ആ ഉമ്മാന്റെ കൽബ് എത്രയാ? പോരാ. തോമസ് ആൽവേർട്സിനെ പോലെ ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനെ അന്നൊരു കാലത്ത് കലാലയത്തിൽ നിന്ന് ടീച്ചർമാർ ആട്ടിവിട്ടതാണ്. ഈ മന്ദബുദ്ധിനെ പഠിപ്പിക്കാനാവൂല എന്ന് പറഞ്ഞു. ഈ ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അമ്മ പറഞ്ഞു, ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കും. കലാലയത്തിൽ നിന്ന് മടക്കിവിട്ട മകൻ അമ്മയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി
ലോകത്ത് കണ്ടുപിടിച്ച ഏറ്റവും വലിയ സാധനത്തിനായി മാറ്റിയത് ഒരു അമ്മന്റെ പരിശ്രമമാണെങ്കിൽ ഇന്നത്തെ അമ്മയുടെ കഥ എവിടെ? മക്കളെ പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല, മക്കളെ അച്ചടക്കം പാലിച്ചില്ല. അതുകൊണ്ട് ഉമ്മമാരെല്ലാം ഇന്ന് മക്കളെ പേരിൽ കരയുകയാ. ഉമ്മ എന്ന മധുമൊഴി കേൾക്കാൻ കൊതിച്ചൊരു പെണ്ണ് തന്റെ ഉമ്മയാകും പൈതലുമൊത്ത് അണഞ്ഞല്ലോ ചാര തന്നിൽ താരാട്ടിയ കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ടോതിടുന്നേ പാലൂട്ടിയ മാറിടം കണ്ണീർ പുഴയായി തീർന്നിടുന്നേ. ബാൽശല്യത്തോടെ ഉമ്മാന്ന് കേൾക്കേണ്ട ഉമ്മമാര് മക്കൾ ആലോചിച്ച് കണ്ണിനീര് വാർക്കുക. കാരണം മക്കൾ അധപതിച്ചു പോയി. അതുകൊണ്ട് ഈ ഓതുൽ ആലമിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ നമ്മളൊക്കെ മക്കളെ ദീനിയായി പഠിപ്പിക്കുക, ഇൽമ രംഗത്ത് ഉയർത്തുക. മക്ഫൂലത്തൻ ആബദ മിൻഹും ബിഖൈരി അബി വഖൈരി ബലിം ഫലം തൈതംബലം തൈമി മൗലായ സല്ലി വസല്ലം. പിന്നെ ഓസുൽ ആലമിന്റെ ഉമ്മയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, എനിക്ക് നല്ലോല കൊടുത്തു കൂടണം. നിങ്ങളൊക്കെ ഇപ്പൊ ഈ മജ്ലിസിന് വന്നത് ഓസുൽ ആലമിന്റെ ആളായതിന്റെ പേരിലാണ്, സ്വാലിഹീങ്ങൾ ആളായതിന്റെ പേരിലാണ്. വേറൊരു ലക്ഷ്യം ആർക്കുമില്ല. ഞങ്ങൾ അഡ്രസ് എന്താ? നമ്മൾ നല്ലോല ആൾക്കാരാണ്. തങ്ങന്മാരെ ദുആയുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, യതീമക്കളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പെട്ടാൽ രക്ഷപ്പെടും അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓതുൽ ആലമെന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യവും അതാ, സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം അത് രക്ഷപ്പെടാനുള്ള വഴിയാ. മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. അല്ലാഹുവേ, ഞാൻ ഇവിടുത്തെ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റാ, ഈജിപ്താകുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, ഇവിടുത്തെ റിപ്പബ്ലിക്കിന്റെ രാഷ്ട്രപതിയാ. അതുകൊണ്ട് അധികാരം എനിക്ക് തന്നല്ലോ അല്ലാഹ്. ആരെന്ത് സ്വപ്നം കണ്ടാലും അതിന്റെ വ്യാഖ്യാനം പറയാനുള്ള കഴിവെനിക്ക് തന്നല്ലോ അല്ലാഹ്. പോരെ, നമ്മളൊക്കെ ജീവിതത്തിൽ കേരളം മുഴുവൻ ഇപ്പൊ യാത്രയാ. എങ്ങോട്ട്? സ്വർഗത്തേക്കുള്ള യാത്രയാണോ? പരലോകത്തേക്കുള്ള യാത്ര? ഒന്നുമല്ല, നിയമസഭ കിട്ടാനുള്ള യാത്രയാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ, MLA ആകാൻ എന്തെല്ലാം പേക്കുത്തുകൾ ചെയ്യുന്നുവെങ്കിൽ യൂസുഫ് നബി പറയാണ്, ഞാൻ MLA അല്ല, MP അല്ല, ഈജിപ്താകുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. അതെനിക്ക് തന്നല്ലോ റബ്ബേ. ആരെന്ത് സ്വപ്നം കണ്ടാലും അതിന്റെ വ്യാഖ്യാനം പറയാനുള്ള കഴിവെനിക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലാഹ്. പക്ഷേ ഞാൻ അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടുന്നവനല്ല. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം തവഫനി മുസ്ലിമാ, എനിക്ക് മുസ്ലിമായി മരിക്കണേ അല്ലാഹ്. വഅൽഖിനി ബിസ്സാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കണേ അല്ലാഹ്. എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കണേ അല്ലാഹ്. മുസ്ലിമായി മരിക്കാനുള്ള മാർഗം സ്വാലിഹീങ്ങളിലേക്ക് ചേരലാണ്. സ്വാലിഹീങ്ങളെ തള്ളി പറഞ്ഞാൽ എനിക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. ചില ആൾക്കാർ പറയാണ്, ഞങ്ങൾ കുറെ കാലമായി മിതി ശൈഖിനെ കളിയാക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ കുറെ കാലമായി തങ്ങന്മാരെ നിസാരപ്പെടുത്തുന്ന ആൾക്കാരാ, ഞങ്ങൾ കുറെ കാലമായി കുത്തുബിയത്തിനെ കളിയാക്കി നടക്കുന്ന ആൾക്കാർ. ഞങ്ങൾക്കൊരു കുരുത്തക്കൊടും തട്ടിയിട്ടില്ല. ഞങ്ങൾ ജാറങ്ങളെയും മക്ബറുകളെയും സ്വാലിഹീങ്ങളെയും സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും മഹാത്മാക്കളെയും നിരന്തരം കുറ്റം പറഞ്ഞു നടക്കുന്ന ആൾക്കാരാ. ഞങ്ങൾക്കൊരു കുരുത്തക്കൊടും തട്ടിയിട്ടില്ല. എന്താണ് ഈ കുരുത്തക്കേട്? ഔലിയാക്കളെ കുറ്റം പറഞ്ഞവൻ പണക്കാരനാകൂല എന്നാണോ? ഔലിയാക്കളെ ചീത്ത പറയുന്നവൻ സ്വാധീനമുണ്ടാകൂല എന്നാണോ? ഇവിടെ തങ്ങന്മാരെന്ന് മാത്രമല്ല, ഔലിയാക്കളെന്ന് മാത്രമല്ല, അല്ല ഇല്ല എന്ന് പറഞ്ഞവനും കോടീശ്വരനാകാ,
അള്ളാനെ കുറ്റം പറഞ്ഞവനും പണക്കാരനാവാ. അതുകൊണ്ട് കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാകൂല, സ്വാധീനം ഉണ്ടാകൂല, കോടീശ്വരനാകൂല എന്നല്ല, അവന് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. എൻ്റെ വാചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞീന എന്നോവർ അവരുടെ ദീനേയോ ശേഷം ദുനിയാവേയോ ആഖിറം തന്നെയോ പോക്കും ആതെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽഗൗതി സമദാനി നജീന മിൻ കുല്ലി. ഔലിയാക്കളെ കുറ്റം പറഞ്ഞാൽ അവൻ്റെ ആഖിറ നഷ്ടപ്പെടും. അല്ലാതെ അവൻ പണക്കാരനാകൂല, സ്വാധീനം ഉണ്ടാകൂല എന്നല്ല. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മളെ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറ തമാശക്ക് വേണ്ടിയോ രസത്തിന് വേണ്ടിയോ മഹാത്മാക്കളെ പരിഹസിച്ചാൽ ഒരിക്കലും നമ്മളെ മക്കൾ രക്ഷപ്പെടുകയില്ല, നമ്മൾ രക്ഷപ്പെടുകയില്ല, നാട് രക്ഷപ്പെടുകയില്ല. പോരാ, നമ്മളും നമ്മളെ പരമ്പരനെ നശിക്കാൻ അത് മതി. അള്ളാഹു പറയാ, ഇസ്രായേലികൾ എന്ന് പറയുന്ന വിഭാഗം, ബനു ഇസ്രായേലികളെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? ളുരിബത്ത് അലൈഹിമുൽ ദില്ലത്തു വൽ മസ്കനതു വബാഉ ബിഗളബിൻ മിനല്ലാഹ് ഖാല അല്ലാഹു അസ്സ വജൽ. അപ്പോഴേ ആ പഴയ വേളായിട്ടുള്ളൂ. ബനു ഇസ്രായേലികൾ അവർക്ക് അള്ളാഹു കൊടുത്തൊരു മുദ്രണമാണ് നിന്യത. ദില്ലത്തു ദുരിബത്ത് അലൈഹിമുൽ ദില്ല. ഓർക്ക് എവിടെ പോയാലും നിസ്സാരതയുണ്ടാവും, അഭിമാനം ഉണ്ടാവൂല. എന്താ കാരണം? ഇസ്രായേലികളൊന്നും സാമ്പത്തിക രംഗത്ത് ഉയർന്നവരാ, അവരൊരുപാട് പ്രൗഢിയുള്ളവരാ, പക്ഷെ എവിടെ പോയാലും അവർ നിന്ദിക്കപ്പെട്ടവരാ. ഇന്ത്യ രാജ്യത്ത് ഇസ്രായേലിന്റെ അധികാരികൾ വന്നാൽ അത് വിവാദമായി പ്രതിഷേധം ഉണ്ടാവും. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പരവതാനി വിരിച്ചാൽ അത് വിവാദമാകും. ഇന്ത്യൻ അധികാരികൾ ഇസ്രായേൽ പോയാലും വിവാദമാകും. നമ്മളെ പാസ്പോർട്ടിൽ ഇസ്രായേലിന്റെ സീല് വീണാൽ ആ പാസ്പോർട്ടിന്റെ വാലിറ്റി പോയി, പിന്നെ എവിടെ അത് അംഗീകരിക്കപ്പെടൂല. എന്താ ഇസ്രായേലികളെ പ്രശ്നം? അവർ ഇന്നൽപ്പം ഉഷാറാണെങ്കിലും ഇതിനേക്കാൾ മോശമാണ് മുൻകാലങ്ങളിൽ. അവരമ്പിയാക്കളെ കൊന്നവരാ, ഔലിയാക്കളെ കുതിര കയറിയവരാ, ആലിമീങ്ങളെ വധിച്ചു കളഞ്ഞവരാ, സ്വാലിഹീങ്ങളെ നിസാരപ്പെടുത്തിയവരാ. അതുകൊണ്ട് അല്ലാഹു പറയുക, ളുരിബത്ത് അലൈഹിമുദില്ല, അവർ നിന്ദിക്കപ്പെട്ടവരാ, നിസാരമാക്കപ്പെട്ടവരാ. എൻ്റെ ഓർമ്മയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഷാരോൺ ഇന്ത്യയിൽ വന്ന സമയം അന്നത്തെ MP ആയിരുന്ന KV തോമസ് നമ്മുടെ കേരളത്തിലൊക്കെ അദ്ദേഹം ഒരു ഗിഫ്റ്റ് കൊടുത്തു. അയാൾ അതോടെ നിന്ദിക്കപ്പെട്ടു. അയാൾക്ക് എവിടെ നിന്നാലും അയാൾ ആ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഗിഫ്റ്റ് കൊടുത്ത ആളാന്നാ പറയല്. അയാൾക്കൊരു നിസ്സാരത വന്നുപോകും. എന്താ കാരണം? പരമ്പരാഗതമായി നിന്ദിക്കപ്പെടാനുള്ള കാരണം അവർ സ്വാലിഹീങ്ങളെ കുതിര കയറിയവരാ. എവിടെയും നിസ്സാരതയ്ക്കാനും. ഒലിവെണ്ണ ഏറ്റവും കൂടുതൽ ഇസ്രായേലിലൊക്കെ ഉള്ളത്. എന്നാൽ അവരെ ബ്രാൻഡ് മാർക്കറ്റിലെത്തിയാൽ നിന്യതയാണ്. അപ്പം അവരെ സാധനം വേറെ രാഷ്ട്രത്തേക്ക് കയറ്റുമതി ചെയ്ത് വേറെ രാഷ്ട്രത്തിൻ്റെ പേരിട്ടാണ് വിപണിയിൽ കൊണ്ടുവരാറുള്ളത്. കാരണം എന്താ? ആ പേരിട്ടാൽ അത് നിന്ദിക്കപ്പെടും. ലോകത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി ഏറ് കിട്ടിയിട്ട് പായേണ്ട ഒരു ടീമുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ ക്രിക്കറ്റ് ടീമായിരുന്നു മുൻകാലഘട്ടത്തിൽ. എല്ലായിടത്തും നിന്ദിക്കപ്പെടാൻ എന്താ കാരണം? അവർ ഔലിയാക്കളെ കുതിര കയറിയവരാ, സ്വാലിഹീങ്ങളെ കുതിര കയറിയവരാ. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കൾ, ചെറുപ്പക്കാർ ആരെങ്കിലും വാക്ക് കേട്ട് തങ്ങന്മാരെ കുറ്റം പറഞ്ഞാൽ, ഔലിയാക്കളെ കുറ്റം പറഞ്ഞാൽ, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ അവരെ പരമ്പര നശിക്കാൻ അത് കാരണമാണ്. റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. പിന്നെ ആദരവും ബഹുമാനവും ഉണ്ടോ? ഏത് മോശപ്പെട്ട ആളും രക്ഷപ്പെടും. പടച്ചോനെ,
ഞാൻ ഇന്നിവിടെ തങ്ങന്മാരും മൂല്യന്മാരൊക്കെ വരുന്നത് കൊണ്ട് വന്നതാ. ഇത് ജീലാനി തങ്ങപ്പാപ്പാന്റെ പേരിൽ ഒരു മജ്‌ലിസാ. നിങ്ങൾക്ക് ആ ബഹുമാനം ഉണ്ടായാൽ മതി. അവൻ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും രക്ഷപ്പെടും. ഏത് മോശപ്പെട്ട ആളും രക്ഷപ്പെടും, സംശയം വേണ്ട. അതുകൊണ്ട് ഏറ്റവും വലിയ സമ്പാദ്യം അതാ. അതുകൊണ്ടല്ലേ പഴയ കാലത്ത് നമ്മളെല്ലാവരും ക്രെഡിറ്റ് ഞങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിന്റെ ആളുകളാ, ഞങ്ങൾ മാല മൗലീദിന്റെ ആളുകളാ, ഞങ്ങൾ ഔലിയാക്കള ആളുകളാ, തങ്ങന്മാരെ ആളുകളാ, സ്വാലിഹീങ്ങളെ ആളുകളാ. എൻ്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാനെന്ന് ചെന്നോവർ. ഇന്നിവിടെ കൂടിയ ആൾക്കാർ ഇനി മോശപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഗൗസുൽ ആലമിൻ്റെ ആൾക്കാരായി വന്നതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ഉള്ളവരാണ്, അഭിമാനമുള്ളവരാണ്. ആ ഒരൊറ്റ അഭിമാനം പോരെ. 16 വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആ സൗന്ദര്യവതിയായ 16 വയസ്സുള്ള മകളെ തട്ടിക്കൊണ്ടുപോയ വാപ്പ എല്ലായിടത്തും പരാതി പറഞ്ഞെങ്കിലും തൻ്റെ മകളെ കിട്ടിയില്ല. അവസാനം ആ വാപ്പ ഓടിച്ചെല്ലുന്നത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഗൗസുൽ ആലമിന്റെ അലറത്തിലാ. ഗൗസുൽ ആലം പറഞ്ഞു, നിങ്ങൾ പേർഷ്യയിലെ മദായിൻ എന്ന മരുഭൂമിയിലെത്തണം. അവിടെ ഒരു റൗണ്ട് വൃത്തം വരച്ച് അതിൻ്റെ ഉള്ളിൽ നിൽക്കണം. ആര് വന്നാലും പേടിക്കണ്ട. പാതിരാക്ക് ജിന്നുകളെ നേതാവ് കുതിരപ്പുറത്ത് വരും. അവനോട് പറയണം അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞയച്ച ആളാണെന്ന് പറയണം. ഇയാൾ അതാ മദായിന്റെ മരുഭൂമിയിലെത്തുകയാ. പാതിരാക്കഥ പലരും വന്ന് പേടിച്ചില്ല. അവസാനം കുതിരപ്പടയാളിയായി വന്ന ആള് വന്നപ്പോ നിങ്ങൾ ആരാ? ഇദ്ദേഹം പറയുന്നു, ഞാൻ ബഗ്ദാദിലുള്ള അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞയച്ച ആളാ. ഇതങ്ങ് കേട്ട സമയം ആ ജിന്നുകളുടെ നേതാവ് കുതിരപ്പുറത്തുനിന്നിറങ്ങിയിട്ട് ഈ മനുഷ്യനെ ആദരിക്കുകയാ. നിങ്ങളറിയണം, മൊയ്തീൻ ശൈഖ് തങ്ങളല്ല ആദരിച്ചത്. മൊയ്തീൻ ശൈഖ് തങ്ങൾ പറഞ്ഞയച്ച ആളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാളെ ബഹുമാനിക്കുകയാണ്. ആരാ ബഹുമാനിക്കുന്നത്? സാധാരണ ജിന്ന് വർഗത്തിന്റെ പ്രസിഡന്റ്. മനുഷ്യവർഗത്തെ പോലെ വലിയൊരു വിഭാഗമല്ലേ ജിന്ന് വർഗം. ആ ജിന്ന് വർഗത്തിന്റെ നേതാവ് ഈ മനുഷ്യനെ ആദരിച്ച് ബഹുമാനിച്ചിട്ട് ചോദിക്കുക, എന്താ പ്രശ്നം? എൻ്റെ 16 വയസ്സുള്ള മകളെ കാണാനില്ല, തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് ശത്രുക്കൾ, എവിടെയാണെന്നറിയില്ല. അയാൾ ജിന്നുകളിലേക്ക് ഉത്തരവിടുകയാണ്. ജിന്നുകൾ 4 ഭാഗത്തും പരതുകയാണ്. ഒരു കാഫിർ ജിന്നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ജിന്നോരു പൈതലേ കൊണ്ടുപോയി വിട്ടാരേ, ജിന്നെ വീളിപ്പിച്ച് തിരികെ കൊടുത്തോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. എത്ര ബഹുമാനം! മൊയ്തീൻ ശൈഖിന്റെ ആളാണെന്ന് കേട്ടപ്പോൾ ജിന്നിന്റെ നേതാവ് ആദരിച്ചെങ്കിൽ എൻ്റെ പുത്തൂർ മർക്കസിലെ ഗൗസുൽ ആലമിന്റെ മജ്‌ലിസിൽ വന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങൾ ബഹുമാനത്തോടെ സദസ്സിലേക്ക് കയറിയിരുന്നോ? നിങ്ങൾ അഭിമാനമുള്ളവരാ, മഹത്വമുള്ളവരാ. കാരണം നിങ്ങൾ പങ്കെടുത്ത മജ്‌ലിസ് ഗൗസുൽ ആലമിന്റെ പേരിലാ. പഴയ ആളുകളൊക്കെ കുത്തുബിയത്തിന്റെ ആളാ, റാത്തീബിന്റെ ആളാ. മുഹിയുദ്ദീൻമാല അറിയാത്ത ഒരു മനുഷ്യൻ തന്നെ ഉണ്ടേന്നില്ല. ഹിന്ദു മതത്തിലെ അധ്യാത്മ രാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ രചിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹിയുദ്ദീൻമാല രചിച്ചിട്ടുണ്ട്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയാണ്. പഴയ കാലത്ത് ഉമ്മാരൊക്കെ അത് കാണാപ്പാടം പാടുന്നവരാണ്. ഇരിക്കുന്ന ആളുകൾ പറയട്ടെ, എത്ര ആളുകൾക്ക് ഓർമ്മയുണ്ട് ആ മുഹിയുദ്ദീൻമാല ചൊല്ലിയ ഉമ്മ വാട്സപ്പ് കണ്ടിട്ടില്ല, ഫേസ്ബുക്ക് കണ്ടിട്ടില്ല, ഇന്റർനെറ്റ് കണ്ടിട്ടില്ല, സോഷ്യൽ മീഡിയ ആസ്വദിച്ചിട്ടില്ല?
നമ്മൾ അതിൻ്റെ ഒക്കെ ആൾക്കാരാണ്. ഞാൻ ഓർത്തുപോവുകയാണ്, കുണ്ടൂർ ഉസ്താദ് ഉറങ്ങണമെങ്കിലും മുഹിയുദ്ദീൻ മാലും എല്ലാ മാലും ചൊല്ലിക്കൊടുക്കണം. അപ്പോൾ പഴയകാലത്ത് CH ഒരു പ്രശ്നം ഇറങ്ങും ഒരു മാല, അത് ഇമ്മൻ തെറ്റയിക്കാരം. കുണ്ടൂർ ഉസ്താദിൻ്റെ കൽബിൽ എല്ലാം സഹിയായ ഏടിങ്ങനെ കാണാപ്പാടാം. രാത്രി ഇങ്ങനെ ചൊല്ലിക്കൊടുക്കാണ്, അല്ലാ തിരി പോടാൻ തിരി പേരുന്ന. അപ്പോൾ ഏടിലൊക്കെ തിരി പേരുന്നുള്ളത് ഉസ്താദ് പറയും തീരെ തിരു പേരും എന്നാണ്. അല്ലാ തിരു പേരും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. പാതിരാക്ക് ആ ഉമ്മ ഇങ്ങനെ ചെല്ലുകയാ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ വീട്ടുജോലി ചെയ്യുമ്പോഴും മക്കളെ പരിചരിക്കുമ്പോഴും ഉമ്മാന്റെ നാവിൽ നിന്ന് വരുന്നത് മുഹിയുദ്ദീൻ മാലയാ. മൊഴിയൊന്നും പിളയാതെ കളയാതെ ചെന്നോർക്ക് മണിമാണൻ സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. ആ മുഹിയുദ്ദീൻ മാല എങ്ങനെ ചൊല്ലിയിട്ട് ആ ഉമ്മന്റെ ഒരു ദുആയുണ്ട്, ഞങ്ങൾ മുഹിയുദ്ദീൻ കാവേലിയിലേകല്ലാ, മൂപ്പർ മുഹിയുദ്ദീൻ കാവേലിയിലേകല്ലാ, സിറാത്ത് പാലം കടക്കുന്ന നേരത്ത് ചൊക്കർ മുഹിയുദ്ദീൻ കാവേലിയിലേകല്ലാ. അന്നൊരു കാലത്ത് കയറി കിടക്കാൻ വീടില്ല, കൂരയില്ല, താമസിക്കാൻ ഒരു വീടില്ല. ശക്തമായ മഴ പെയ്യുമ്പോ, ഇടിയങ്ങ് പൊട്ടിത്തമരുമ്പോ, മിന്നടിയുമ്പോ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തില് പൊട്ടിക്കരയുന്ന മക്കളെയതാ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഈ മുഹിയുദ്ദീൻ മാല ചൊല്ലിയിട്ട് ബദറീത്ത് ചൊല്ലിയിട്ട് സാലിഹീങ്ങളെ തവസ്സുലാക്കിയിട്ട് അന്നത്തെ ഉമ്മാന്റെ ഒരു ദുആ, അല്ലാ അല്ലാ ഞങ്ങൾ ഇന്ന് പീഡികത്തിണ്ണയിൽ കിടന്നാലും ഞങ്ങളെ മക്കൾക്ക് കയറി കിടക്കാൻ ഒരു കൂര നീ കൊടുക്കണേ അല്ലാ. ആ മുഹിയുദ്ദീൻ മാല ചൊല്ലിയ, ബദറീത്ത് ചൊല്ലിയ, സാലിഹീങ്ങളെ മുൻനിർത്തിയ ആ ഉമ്മന്റെ ദുആ അല്ലാഹ് സ്വീകരിച്ചപ്പോ നമുക്കിതാ നല്ല നല്ല വീട് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ ബദറീത്തില്ല, നമ്മുടെ വീട്ടിൽ സ്വലാത്തില്ല, നമ്മുടെ വീട്ടിൽ മാലകളില്ല, നമ്മുടെ വീട്ടിൽ മൗലീദുകളില്ല. അല്ലാതെ നമ്മളെ ക്രെഡിറ്റ് കൊണ്ട് കിട്ടിയതല്ല. അന്നത്തെ അമ്മാരും ബാപ്പാരും ആ കരഞ്ഞ ദുആ വെച്ച് ദ്വാർന്നപ്പോ ഞങ്ങൾ മുഹിയുദ്ദീൻ കാവേലിയിലേകല്ലാ, ആ കാവല് കിട്ടിയിട്ട് വീട് കിട്ടി. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സീരിയലും ചാനലും കാണുമ്പോ ആർക്കോർമ്മയുണ്ട് മാല ചെല്ലാൻ? ആർക്കോർമ്മല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാടിൻ്റെ അധപതനം പട്ടി പ്രസവിച്ചതുപോലെ ഇന്ന് നാട് എന്ന് പറഞ്ഞാൽ എന്താ? ബർക്കത്ത് തന്നെ സാധനല്ല. 10,000 ശമ്പളം, എന്നും കടം. പോരാ, അന്നൊരു കാലത്ത് ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടന്ന പൊന്നോമന മക്കൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പൊട്ടിക്കരയുമ്പോ അല്ലാ ഞങ്ങൾ മുഹിയുദ്ദീൻ കാവേലിയിലേകല്ലാ, ഞങ്ങൾ ഇന്ന് പട്ടിണി കിടന്ന് മരിച്ചാലും ഞങ്ങളെ മക്കൾക്ക് ഒരു നേരത്തെ അന്നത്തിന് മറ്റൊരാളെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട് കൊടുക്കല്ല അല്ലാ. പടച്ചോ നമുക്ക് ധാരാളം ഭക്ഷണം തന്നു. എന്നിട്ടോ നമ്മളെ നാട് പഴത്ത് തേങ്ങ നല്ല ഇട്ട് തേങ്ങ പറിച്ചാൽ വീട്ടിലൊരു കുത്തുബെയ്ത്ത് കഴിച്ചു. നെല്ല് വിളച്ചാൽ, നെല്ല് കൊയ്തെടുത്താൽ ഒരു റാത്തീബോ മൗലൂദോ കഴിച്ചു. പഴയ കാലത്തെ ആളുകളൊക്കെ തേങ്ങ കുറെ ഇട്ടാലും നെല്ല് കുറെ കൊയ്താലും കൃഷി കുറെ ഉണ്ടായാലും അവർ വീട്ടിലൊരു മൗലൂദോ ഒരു കുത്തുബിയ്യത്തോ ഒരു റാത്തീബോ ചെല്ലാത്ത ആളുകളില്ല. ഇന്നോ ഇതൊക്കെ ഉണ്ടായപ്പോഴും ഞമ്മക്ക് ആ ഒരു ചിന്ത തന്നെ ഇല്ല. അപ്പൊ തേങ്ങക്ക് വിലല്ല, അടക്കക്ക് വിലല്ല, റബ്ബറിന് വിലല്ല, കൃഷിക്കാരൻ തൂങ്ങി മരിക്കുകയാ. അപ്പോഴാ നമ്മൾ പാടേണ്ടത് കനിയില്ല കാലം നീയേ കൊടുത്തവർ കരിഞ്ഞേ മാരത്തിമ്മൽ കായാ നീറച്ചവർ.
കനിയില്ല കാലം കാലിയെ കൊടുത്തോവർ കരിഞ്ഞ് മാരത്തിമ്മൽ കായ നീറച്ചോവർ. നമ്മളെ നാട്ടിൽ കൃഷിയൊക്കെ പുരോഗമിച്ചത് ഔലിയാക്കളെ കറാമത്ത് കൊണ്ടാണ്. നല്ല ധാന്യങ്ങൾ ഉണ്ടായത് ഔലിയാക്കളെ കറാമത്ത് കൊണ്ടാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ മറിയം ബീവിയുടെ കറാമത്ത് പറഞ്ഞിട്ടില്ലേ? ഉണങ്ങിയ മരത്തും വരെ ഈത്തപ്പഴം കഴിച്ചിരുന്നു കറാമത്ത് കൊണ്ടുവന്ന. നമ്മളാരും വീട്ടിൽ എത്രത്തോളം ഇത് ഒഴിവാക്കുന്നുണ്ടോ അത്രത്തോളം പരീക്ഷിക്കപ്പെടും. ആദരവും ബഹുമാനവും എത്രത്തോളം. ഈ പുത്തൂർ മർക്കസിന്റെ ക്യാമ്പസിൽ മഹാനായ ഗൗസുൽ-ആലമിനെ സ്മരിക്കാൻ വന്നവരെ നിങ്ങളെ മനസ്സ് വരെ ഗൗസുൽ-ആലം കാണുകയാ. റോട്ടിലും അവിടെ ഒന്നും പോയിരിക്കണ്ട. ഇവിടെ വന്നോലെ മനസ്സിങ്ങനെ ഗൗസുൽ-ആലം വായിക്കും. അബൂബക്കറുൽ ഇമാം റളിയല്ലാഹു അൻഹു പറയാ, എനിക്കൊരു വല്ലാത്ത തർക്കം. എല്ലായിടത്തും പോയി ആണ്ടും നേർച്ചയും സലാത്തും മധുവൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ ശരിയാണോ? സംശയം തീർക്കാൻ ഞാൻ ജീലാനി തങ്ങളെ സരസ് കണ്ട് ചെന്നപ്പോ മഹാനായ ഗൗസുൽ-ആലം തങ്ങൾ പറയാ, അഖീദത്തുനാ അഖീദത്തു അഹ്ലിസ് സുന്നത്തി വൽ ജമാഅ, യഥാർത്ഥമായ വിശ്വാസം സലഫു സാലിഹീങ്ങളായ മഹാത്മാക്കൾ നടന്ന വഴിയാ. ഈ വഴിയാ. അബൂബക്കർ ഇമാം പറഞ്ഞു, അതിപ്പോ പ്രസംഗം എന്നെ കണ്ട് മൂപ്പരങ്ങനെ വിഷയം പറഞ്ഞതാ, അത് എന്നെ പറ്റിയൊന്നും പറഞ്ഞതല്ല. പിന്നെയും അബൂബക്കർ ഇമാമിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ, അഖീദത്തുനാ അഖീദത്തു അഹ്ലിസ് സുന്നത്തി വൽ ജമാഅ, ഏറ്റവും നല്ല വിശ്വാസം നമ്മൾ ഈ നടത്തിക്കൊണ്ടുപോകുന്ന സലഫു സാലിഹീങ്ങളായ സഹാബത്തിന്റെ അഖീദയാ. അബൂബക്കർ ഇമാം പറഞ്ഞു, അതിപ്പോ പ്രസംഗിക്കുന്ന ആൾക്കാർ ആണ്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, ആ കൂട്ടത്തിൽ എൻ്റെ മുഖത്ത് നോക്കിയതേക്കാരം, അല്ലാതെ മൂപ്പർ എൻ്റെ മനസ്സൊന്നും നോക്കി പറഞ്ഞതാവില്ല. നിർത്തിയോ? പിന്നെയും ബഹുമാനപ്പെട്ട ഗൗസുൽ-ആലം പറയാണ്, അബൂബക്കർ ഇമാം, നമ്മളെ വിശ്വാസം സലഫു സാലിഹീങ്ങളെ വിശ്വാസമാ, ഔലിയാക്കളെ വിശ്വാസമാ, സാലിഹീങ്ങളെ വിശ്വാസമാ. ഖും യാ അബൂബക്കർ, നിങ്ങൾ എണീക്കണം, എത്രയും പെട്ടെന്ന് നിങ്ങളെ വീട്ടിലേക്ക് പോകണം. ഫഖദ് ജാബൂക, നിങ്ങളെ വാപ്പ വന്നിരിക്കുകയാ. അബൂബക്കർ ഇമാം പറഞ്ഞു, എൻ്റെ സംശയമൊക്കെ തീർന്നു. പക്ഷെ എൻ്റെ ബാപ്പ വന്ന് ശരിയല്ല. ബാപ്പ കുട്ടിക്കാലത്ത് വീട് വിട്ടു പോയതാ. ഇതുവരെ വാപ്പൻ്റെ അഡ്രസ്സ് എവിടെയെന്ന് തന്നെ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ വാപ്പ വന്നിരിക്കുന്നു പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റൂല. മഹാനായ ഗൗസുൽ-ആലം പറഞ്ഞ്, അബൂബക്കർ വേഗം പോകണം, നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോകണം, നിങ്ങളെ ബാപ്പ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ മനസ്സോടെ എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോ പതിറ്റാണ്ടുകളായി നാട് വിട്ടുപോയ എൻ്റെ വാപ്പയതാ എൻ്റെ വീട്ടിൽ എന്നെ കാത്തിരിക്കുകയാ. എൻ്റെ വാപ്പയതാ എന്നെ മതി വരുവോളം ഉമ്മ വെച്ച് കൂട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോ എൻ്റെ വാപ്പയതാ വഫാത്താവുകയാ. കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. അതുകൊണ്ട് ഈ മജ്‌ലിസിലിരിക്കുന്ന നമ്മുടെ ഖൽബിൽ എന്താണോ ഖൽബിലുള്ളത് അതുവരെ നോക്കിക്കാണാൻ ഗൗസുൽ-ആലമിന് അല്ലാഹു കഴിവ് കൊടുത്തിരിക്കുകയാ. അതുകൊണ്ടാണ് ഇപ്പം സദസ്സിൽ കയറിയിരുന്നോളി, പേറ്റിയല്ലിക്കോളി, സദക്ക കരുതിക്കോളി ഒക്കെ അറിയാൻ കഴിയും, ബർജത്തിൽ കാണാൻ കഴിയും. മൂന്നാൾക്കാർ കയറി വന്നപ്പോൾ ഓലെ മൂന്നാളെ മനസ്സിൽ 3 ഐറ്റം ഭക്ഷണം കരുതിയിട്ടാണ് വന്നത്. ഇപ്പം ഇവിടെ ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ ചീനിയൊക്കെ ഉണ്ടാകുന്നാവും. ഊറുണ്ടോ? ഒന്നുമില്ല ഇവിടെ. ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടല്ലോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല അത് കോഴിയാണോ ബീഫാണോ നെയ്ച്ചോറാണോ ബിരിയാണിയാണോ തോന്നുന്നില്ലേ? നിങ്ങൾ കണ്ട ആൾക്കാരെ കഴിഞ്ഞപ്പോൾ എനിക്കത് തോന്നുന്നുണ്ട്, അതൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. ഏതായിരുന്നാൽ ആ വന്ന ആളുകളെ കൽബ് നോക്കിയിട്ട് മഹാനായ ഗൗസുൽ-ആലം 3 ആൾക്കും 3 ഭക്ഷണം കൊടുത്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്ര വലിയ കഴിവായിരുന്നു.
അതുകൊണ്ടാ പഴയ ആൾക്കാർ പാടിയത് കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവേ. അതുകൊണ്ട് ഓത്തുല്ലാദം പിടിച്ച ആശയം ആദരവും ബഹുമാനവുമാണ്. പടച്ചോനെ, ഞങ്ങളെ ഈ പുത്തൂര് മർക്കസ് ഒരു ഇൽമിൻ്റെ സ്ഥാപന, ഞങ്ങൾ ഈ വന്ന മജ്ലിസ് ഓത്തുല്ലാദമിൻ്റെ മജ്ലിസാണ്. പടച്ചോനെ, ഇത് ഖുർആനാ, ഇത് മഹാത്മാക്കളാ, തങ്ങന്മാരാ, ആലിമീങ്ങളാ, ഇത് മൗലൂദ് കിതാബാ, ഇത് ദിക്റാ, ഇത് സ്വലാത്താ. ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ ഞാൻ ചെന്ന് അന്വേഷിച്ചു. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു അമുസ്ലിമായ സ്ത്രീ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയാണ് മരിച്ചു. അങ്ങനെ മകം പിറ്റേന്ന് ഉസ്താദ്, എൻ്റെ ഉമ്മ അങ്ങനെയൊക്കെ മരിച്ചിട്ടുണ്ട്, ഹിന്ദു ആചാരപ്രകാരം ഞങ്ങൾ മറയിതിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ അമ്മക്ക് വേണ്ടി ദ്വാരക്കണം. ഇതിങ്ങനെ പ്രചരിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ഉസ്താദിനെ കാണാൻ പോയി. ശരിയാണെന്ന് അറിയണല്ലോ ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ ആ ഇരിങ്ങാവൂർ അസിയാരിപ്പാറയിലെ മുഹമ്മദ് ബാക്കവി തന്നെ ഉസ്താദിനെ ഞാൻ കണ്ടു. ഉസ്താദ് പറഞ്ഞു ശരിയാണ്. അയാളിങ്ങനെ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു, നിങ്ങൾ അമ്മൻ്റെ സ്ഥിതി എന്തേന്ന്? അപ്പോൾ മോൻ പറയാ, എൻ്റെ അമ്മ ബാങ്ക് ഇങ്ങോട്ട് കേട്ടാൽ ആ സാരിൻ്റെ ഒരു തലയിൽ ഇങ്ങനെ ഇട്ട് മിണ്ടാതിരിക്കും. കൊല്ലങ്ങളായി എൻ്റെ അമ്മ അങ്ങനെയാണ്. പഴയ കാലത്ത് എല്ലാവരും അങ്ങനെയാണ്. ആഴമേറിയ കടലിൽ നിന്ന് വെള്ളമെടുക്കുമ്പോ കൊത്തുന്നവൻ, കിളക്കുന്നവൻ, ജോലി ചെയ്യുന്നവൻ ബാങ്കങ്ങ് കേട്ടാൽ പിന്നാനങ്ങളില്ല, മിണ്ടാതിരിക്കലാ. അല്ലാഹ ജല്ല അസ്സ നഹ്മദു ദൗമാ അലൽ ഹിദായതി വ ഔലാനാ ഹിൽമാ അലൽ ഹിദായതി വ ഔലാനാ ഹിൽമാ. ഒരാദരവുണ്ട്. ഇങ്ങനെ എൻ്റെ അമ്മ 2 മാസം മുമ്പ് ഒരിക്കൽ അങ്ങനെ നിന്നപ്പോൾ മക്കൾ പറഞ്ഞാൽ നിങ്ങളെ പൊന്നാനി കൊണ്ടാക്കണം. അന്ന് അമ്മ ചിരിച്ചു. പിന്നെ മൊഫാത്ത് വരെ, എൻ്റെ അമ്മ മരിക്കണേ വരെ ബാങ്ക് കേട്ടാൽ പിന്നെ അമ്മ അപ്പം ശബ്ദം. നിങ്ങൾ നോക്കാണീ ഈ ആദരവും ഹദീസിലൊക്കെ കേട്ടിട്ടില്ലേ? ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്നവൻ, ബാങ്കിനെ നിസാരപ്പെടുത്തുന്നവൻ, മരിക്കുന്ന സമയത്ത് സഹാരത്ത് കലിമ ചെല്ലാൻ കഴിയാതെ അവന്റെ നാവ് പെടപെടക്കുമെന്ന് സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി. അപ്പോ ബാങ്ക് കൊടുക്കുമുണ്ടാകുന്ന ആഖിബത്ത് നന്നാവത് ബഹുമാന. ഇത് ബാങ്കായാലും ബഹുമാനമല്ല, ഖുർആനായാലും ബഹുമാനമല്ല. എന്തിനാ ബഹുമാനം? നമ്മളെ പെരീത്തൻ എന്താ ബഹുമാനം? മുസാഫ് ഇങ്ങനെ ഡൈനിങ് ഹാളിന്റെ ടേബിളിലാ, അത് കുട്ടികളെ മുസാഫാ, അമ്മക്കൊരു ബന്ധുവില്ല, അതിങ്ങനെ തട്ടിപ്പറിച്ച് നടക്കുകയാണ്. വീട്ടിൽ ആദരവും ബഹുമാനവും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ബർക്കത്തുകളും ഊരപ്പെടുകയാ, എല്ലാ നിഅമത്തുകളും ഊരപ്പെടുകയാ. അതുകൊണ്ട് സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുക എന്നത് മുസ്ലിമായി മരിക്കാനുള്ള വഴിയാ. പുത്തൂർ മർക്കസിൽ ഔലിയാക്കളെ ആണ്ട് നടക്കുമ്പോൾ നിങ്ങൾ വന്നാൽ സ്വാലിഹീങ്ങളെ ചാരത്ത് ഇങ്ങനെ കഴിയുക എന്നുള്ളത് തന്നെ രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇപ്പം നിങ്ങളിങ്ങനെ വന്നു, യത്തീം കുട്ടികളുണ്ട്, മുത്താലിമീങ്ങളുണ്ട്, തങ്ങന്മാരുണ്ട്, അവിടെ ഇങ്ങനെ പോയിരുന്നാൽ തന്നെ പോരെ. മൗലായ സല്ലി വസാ. അത് ജവാബിൻ്റെ ഒച്ച കുറഞ്ഞാൽ ബേത്തിൻ്റെ എണ്ണം കൂടും കേട്ടോ. ഒച്ചി ചെല്ലുമ്പോൾ ബേത്ത് കുറയും. നല്ലോലെ ചാരത്ത് കുണ്ടൂസ എപ്പോഴും പറയലതാ, നല്ലോലെ ചാരത്ത് ഇങ്ങനെ കൂടിയാൽ മതി, എന്നാൽ തന്നെ മനുഷ്യൻ കേച്ചിലാവും. അതന്നെയാ മഹാനായ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയുടെ ചാരത്തിരുന്നിട്ട് കമാലുദ്ദീൻ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാ. ആ സൂറത്ത് ഹൂദ് എന്ന് പറയുന്ന സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നാണ് ഫമിൻഹും ശഖിയ്യും വസഈർ,
ചെയ്തത്. ആളുകളെ കൂട്ടത്തിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമുണ്ട്. അപ്പോഴാണ് ആ മഖ്ബറന്റെ ഉള്ളിൽ നിന്ന് ലൈസ മിന്നാ ശഖിയുൻ യബ്നൽ ഹുമാൽ യാ കമാൽ, അല്ല കമാലേ, നമ്മളെടുത്ത് മോശപ്പെട്ട ആളുകൾ ഉണ്ടാകൂല, ഇവിടെ ചീത്തയായ ആളുണ്ടാകൂല, ഇവിടെ നല്ലവരല്ലാതെ കഴിയുകയില്ല. ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോ മക്ബറിന്റെ ഉള്ളിൽ നമ്മൾ സ്വാലിഹീങ്ങൾ ആൾക്ക് ഇവിടെ നല്ലോലല്ലാത്തോലും ഉണ്ടാവില്ല എന്ന് കേട്ടപ്പോ മഹാനായ ഇബ്നുൽ ഉമ്മാമ തങ്ങൾ പറയാ, എനിക്കൊരു ഖബർ ഇവിടെ കിട്ടണം, എനിക്കൊരു ഖബർ ഇവിടെ വേണം. ബഹുമാനപ്പെട്ടവരതാ ഇബ്നു മഹാന്റെ ചാരത്തായി അങ്ങ് ഖബറിരിക്കുകയാ. മഹാനായ CM വലിയുല്ലാഹി അവിടെ നിന്ന് കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ ഇങ്ങനെ വന്നിരിക്കലാ. താമസിക്കാൻ വീടില്ലാഞ്ഞിട്ടല്ല, പിന്നെന്തിനാ? അവിടെ ബഹുമാനപ്പെട്ട അലാവുദ്ദീൻ ലിംസി എന്ന് പറയുന്ന അപ്പവാണിമ്പ നേർച്ചെടുക്കണ മഹാണ്ട്. ആ മഹാന്റെ ചാരത്ത് ഇങ്ങനെ ഇരുന്ന കൂലി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കഴിഞ്ഞുകൂടുക. നല്ലവരുടെ ചാരത്തങ്ങ് കഴിഞ്ഞുകൂടുമ്പോ അത് നമ്മൾ രക്ഷപ്പെടാനുള്ള വഴിയാ. ജാഹിക്കും മടവൂർ വലിയ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദു. അപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന പുണ്യ, നമ്മൾ ജീവിതകാലത്ത് നല്ലോല ആളായാൽ മരിച്ചാലും നമ്മൾ നല്ലോലൊപ്പം ഉണ്ടാവും. നമ്മൾ ഈ കളിക്കാരൊപ്പം, സിനിമക്കാരൊപ്പം, സീരിയൽകാരൊപ്പം ഒക്കെ ഇങ്ങനെ ഇഷ്കിച്ച് നടന്നാൽ നമ്മൾ ഓലപ്പം ഉണ്ടാവും. നമ്മൾ മുസ്ലിമിന്റെ ആളാ, സാലിഹീങ്ങളാളാ, മഹാത്മാക്കളാളാ, തങ്ങന്മാരാളാ, ചാലും ഓലൊക്കെ വരും. നമ്മളെപ്പോഴും ഓലൊക്കെ ദ്വാരന്നുകൊണ്ടിരിക്കും. അവരെ ചാരത്തെപ്പോഴും നമ്മളുണ്ടാകും അല്ലേ? മഹാനായ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അതിരറ്റ് മഹബ്ബത്ത് വെച്ച മഹാനാ. ആ ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാരി തങ്ങൾ വഫാത്തായപ്പോ അവിടെ നിന്ന് എപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യം ഷാഫി ഇമാമിന്റെ കൂടെ കിടക്കണമെന്നാ. ആളുകളതൊന്നും അറിയാതെ ഷാഫി ഇമാമിന് മുഖദ്ദമിന്റെ താഴെ ഖബർ കുഴിച്ചിരിക്കുകയാ. ആളുകളൊക്കെ മയ്യത്ത് നിസ്കരിച്ച് മറമാടാൻ കൊണ്ടുപോകുമ്പോ അവിടത്തെ ഭരണാധികാരിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. രാജാവിന്റെ ഉത്തരവ് വരികയാണ്, ബഹുമാനപ്പെട്ട പണ്ഡിതന്റെ മഹാന്റെ ജനാസ എന്റെ മുന്നിലൊന്ന് കൊണ്ടുവരണം. ആളുകൾ സക്കരിയൽ അൻസാരി തങ്ങളുടെ ജനാസ ഭരണാധികാരിയുടെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ആ ഭരണാധികാരി ഇമാമായി നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ചതെന്താൻ, എവിടെയാണ് ഇവർക്ക് ഖബർ ഒരുക്കിയിട്ടുള്ളത്? ആളുകൾ പറഞ്ഞു, അവിടുത്തെ ജബൽ മുഖദ്ദമിന്റെ താഴെ ഒരുക്കിയിട്ടുണ്ട്. ഉടനെ പറയുകയാണ്, പറ്റില്ല. ഈ മഹാപണ്ഡിതനായ സക്കരിയൽ അൻസാരി തങ്ങളെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിന് സമീപമായി മഖ്ബറയുടെ സമീപത്തായി മറവ് ചെയ്യണമെന്നോ തന്റെ ജീവിതകാലത്തെ മഹബത്ത് വെച്ച പോലെ അവിടെ എത്തിച്ചേരുകയോ. നമുക്കും എത്തണ്ടേ? നല്ലൊരു അംശം കിട്ടലല്ലാതെ. വെള്ളങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വെള്ളം ഹബീബായ സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ വിരലിൻ്റെ അടിയിൽ നിന്ന് പോകുന്ന വെള്ളം. രണ്ടാമത്തെ വെള്ളം ഹൗദുൽ കൗസറാണ്. മൂന്നാമത്തെ വെള്ളം സംസം വെള്ളം. നാലാമത്തെ വെള്ളം നൈൽ നദിയിലെ വെള്ളമാണ്. അഞ്ചാമത് ലോകത്തുള്ള എല്ലാ വെള്ളവും തുല്യ, പ്രത്യേകതയല്ല. ഇവിടെ
മുത്തുനബിന്റെ ഷറഫാക്കപ്പെട്ട വെള്ളത്തിന്റെ മഹത്വം നമുക്കറിയില്ലേ? യാമൻ തഫജ്ജറത്തിൽ അൻഹാറൂന ബീലതർ മിൻ ഇസ്ബാഇഹി ഫറോ വൽ ജൈസാദൽ ആദദി മൗലായ സല്ലി വസ. അതെല്ലാവർക്കും അറിയാം. അള്ളാഹിന്റെ ഹബീബിന്റെ വേലിൻ്റെ അടി കൂടി ഉറവ് പൊട്ടിവെച്ച ആ വെള്ളം, അത് വെള്ളങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നത വെള്ളം. പിന്നെ ഔദുൽ കൗസറിന്റെ മഹത്വം പറയേണ്ടതില്ല. സംസം വെള്ളത്തിന്റെ പോലിശി. നൈൽ നദി വെള്ളത്തിന് എന്താ പ്രത്യേകത? യൂസുഫ് നബിയെ വഫാത്തായപ്പോ തർക്കം ഉടലെടുക്കുകയാ. അവിടെയും ഇവിടെയും മറവ് ചെയ്യണമെന്ന് തർക്കം വന്നപ്പോ ആളുകൾ വല്ലാതെ തർക്കിച്ചപ്പോ എന്തിന്? ആ മഹാ ഞങ്ങളെടുത്തുണ്ടാകണം, അതാ ലക്ഷ്യം. പഴയ കാലത്ത് അങ്ങനെയല്ലേ? പല മഹാത്മാക്കളൊക്കെ തർക്കം വന്നു. പിന്നെ മഹാത്മാക്കൾ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കല. തിരൂര് പുതിയങ്ങാടി തന്നെ മലപ്പുറത്തെ സ്ഥലത്ത് യാഹൂ തങ്ങപ്പാപ്പാൻ്റെ ജഡത്തെപ്പറ്റി, യാഹൂ തങ്ങപ്പാപ്പാൻ്റെ മക്ബറയെപ്പറ്റി തർക്കം വന്നു. ഒരു കൂട്ടർ ഞങ്ങളെടുത്ത് പറഞ്ഞു. അങ്ങനെ ആണ്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാന്തൽ തുടങ്ങി. അവസാനം ഓറ് ഞാൻ രണ്ടോടത്തും ഉണ്ടാവുന്നു പറഞ്ഞു. ഇപ്പം രണ്ടോടത്തും മക്ബറ തന്നെ. അങ്ങനെ തന്നെയാണ്. മഹാത്മാക്കൾ അങ്ങനെയാ. അത് ഔലിയാക്കൊക്കെ തിരിയും അവരെ കഥ. അതിൻ്റെ ഇടയിലാണ് ആളുകൾ പറഞ്ഞു നൈൽ നദിയിലേക്ക് യൂസുഫ് നബി ഇട്ടുകൊടുക്ക. യൂസുഫ് നബിയെ ശരീരത്തെ ഒരു തട്ടിപ്പോകുന്ന ആ വെള്ളം എല്ലാ നാട്ടിലൂടെ ഒഴുകുമ്പോ അവർക്കൊക്കെ ബർക്കത്താ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരമാകുന്ന ആ മഹാനെ സ്പർശിച്ചു എന്നതിന്റെ പേരിൽ ആ നൈൽ നദിയിലെ വെള്ളം അത് മഹത്വമുള്ള വെള്ളമാ. നൈൽ നദി പൂളഞ്ഞോടി പാഞ്ഞി കളിക്കുന്ന നഫീസത്ത് ബീവിയുടെ നാട്ടിലെ, നഫീസത്ത് ബീവിയുടെ നാട്ടിലെ പ്രത്യേകത ഉണ്ടാവും. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കൂടി നമ്മൾ മനസ്സിലാക്കണം, ഈ ജീലാനി ദിനം കഴിഞ്ഞ ഈ റിഫായി ദിനാണ്, മഹാത്മാക്കളാണ്. അവരൊക്കെ ഒരു സ്മരണ, ഒരു ബദറയത്തെങ്കിലും വീട്ടിൽ ചെല്ലാത്ത ഒരു വീട് നമ്മളെ നാട്ടിലുണ്ടാകാൻ പറ്റൂ. അവരെ നിയന്ത്രണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. അത് ഔലിയാക്കൊക്കെ തിരിയുള്ളൂ. പിന്നെ മക്ബറകളും ജാറങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ കാലം ഇൽമില്ലാത്തതിൻ്റെ പേരിൽ ആരാണ് വലി എന്ന് പറയേണ്ടത്, ആരാണ് മഹാൻ എന്ന് പറയേണ്ടത് പണ്ഡിതന്മാരാ. എവിടെ ഒരു ബീവി ഉണ്ടല്ലോ, എവിടെ ഇറങ്ങിക്കണേലോ, കുറെ താടിയുള്ള ആളുണ്ടല്ലോ, കുറെ ഒല്ലിയുള്ള ആൾ, അങ്ങനെ പോകേണ്ട ആൾക്കാർ നമ്മളല്ല. നമ്മൾ അടിസ്ഥാനമുള്ളൊരു പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിലാണ്, അടിസ്ഥാനമുള്ള സംഘടനാ നേതൃത്വത്തിന്റെ കീഴിലാണ്. ആലിമീങ്ങൾ പറയണം അവർ മഹാത്മാക്കളാണോ? ഔലിയാക്കൾക്ക് ഔലിയാക്കൾ അറിയാം, ആലിമീങ്ങൾക്ക് എല്ലാം അറിയാം. ഔലിയാക്കളാണ്, ആലിമീങ്ങളാണ് ഔലിയാക്കന്മാർ. അല്ലാതെ ശരീഅത്ത് ആത്മീയമായ മേഖല ചൂഷണം ചെയ്യപ്പെട്ടിട്ട് നിസ്കാരം വേണ്ട എന്ന് പറയുന്നവർ, പെണ്ണുങ്ങളെ കൈപിടിക്കൽ കുഴപ്പമില്ല എന്ന് പറയുന്നവർ, വേണ്ടാത്ത കാര്യങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നവർ, അവരംഗീകരിക്കാൻ ഇസ്ലാമിൽ ഒരു വകുപ്പുമില്ല. അങ്ങനെ ഒരു വലിയ നമുക്ക് അംഗീകരിക്കാം, ഇസ്ലാമിൽ കൽപ്പനല്ല. മഹാനായ ഗൗസുൽ-ആലമിനെ ഇൽമൊക്കെ പഠിപ്പിച്ച് വലിയ മഹാനാക്കിയപ്പോഴുള്ള പ്രത്യേകത കണ്ടോ നിങ്ങൾ? മഹാനവറുകൾ ദാഹിച്ച് അവശനായി നടക്കുകയാ. എവിടെയും ഒരു വെള്ളം കിട്ടിയില്ല. അപ്പോഴാണ് ഒരു തടാകം മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാ. വലിയ പ്രതീക്ഷയോടെ വെള്ളം കുടിക്കാൻ അങ്ങോട്ട് ചെന്ന സമയം അവിടെ സ്വർണത്തിന്റെ പാത്രങ്ങളാ, വെള്ളിയുടെ പാത്രങ്ങളാ. അല്ലോ, സ്വർണത്തിന്റെ പാത്രം ഹറാമാണല്ലോ, വെള്ളിയുടെ പാത്രം ഹറാമാണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു വിളിയാളം, ഓ അബ്ദുൽ ഖാദിർ ജീലാനി, നിങ്ങൾക്ക് സ്വർണത്തിന്റെ പാത്രത്തിൽ വെള്ളം കുടിക്കാൻ അല്ലാഹ് അനുമതി തന്നിരിക്കുകയോ. ഇന്നത്തെ ചില ആൾക്കാരാണെങ്കിൽ ഓല് പറയും, എനിക്ക് പടച്ചോന്റെ സ്പെഷ്യൽ ഓർഡർ അപ്പം നിക്കരിച്ചണ്ട, എനിക്ക് അങ്ങനെ ആക്കാന്നൊക്കെ പറയും. എന്നാലേ മഹാനായ ഗൗസുൽ-ആലം ചിന്തിച്ചതെന്താണെന്നല്ലേ, ഓ കുല്ലുവലി ലഹു ഖദമും ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി മുറാദിയ.
എല്ലാ ഓലികളും ഓരോന് ബീവാശി ഞാനെൻ്റെ സീബാവ കാൽവാശി എന്നോവേ. എല്ലാ ഔലിയാക്കന്മാരും ഒരു പ്രവാചകന്റെ വഴിയാ. ഞാൻ സ്വീകരിച്ച വഴി എൻ്റെ ഉപ്പാപ്പയായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. എൻ്റെ ഉപ്പാപ്പക്ക് പോലും അല്ലാഹ് ഇങ്ങനെ അനുമതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇബ്ലീസ് എന്നെ ചതിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുകയാ. അതുകൊണ്ട് ശരീഅത്തിനെതിരായ ഒന്നിനെയും പിൻപറ്റാൻ അവിടുന്ന് കൽപ്പനയില്ല. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع أنت شمس أنت بدر أنت نور فوق نور أنت إكسير وعالي أنت مصباح الصدور طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. സഹോദരന്മാരെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് വന്യരായ ബാഫക്കി തങ്ങപ്പാപ്പ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ മഹബത്തിൻ്റെ മദ്ഹ് കേട്ട അവിടെ അങ്ങനെ ഇരിക്കല. പഴയകാലത്ത് കുണ്ടൂർ ഉസ്താദിൻ്റെ അവിടെ എപ്പോഴും അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി അവിടുത്തെ ബുർദയിലും ആ ഇഷ്കിലും ലയിച്ച് ജീവിക്കുന്ന വന്യരായ തങ്ങളവറുകൾ ആരോഗ്യപരമായി ഒരുപാട് വിഷമങ്ങളുണ്ടെങ്കിലും ദീനീ കാര്യങ്ങളോടുള്ള മഹബത്തും ആവേശവും കൊണ്ട് എല്ലാം മാറ്റിവെച്ച് ഇപ്പം ഇത്രയും ദൂരൊക്കെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവന്മാരാണ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, എല്ലാ മഹാരഥന്മാരും എത്തിപ്പെട്ടത് ഹബീബായ സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. മഹാനായ ഗൗസുൽ തങ്ങളും ആ ലഹരിയിൽ കഴിഞ്ഞുപോയി. അവിടെ നിന്ന് എപ്പോഴും പറയുന്ന വാക്കെന്താണ്? വകുല്ലു വലി ലഹു ഖദമും ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി മുറാദിയ മുറാദിയ മുറാദി. എല്ലാ ഔലിയാക്കന്മാരും ഒരു പ്രവാചകരെ വഴിയാണെങ്കിൽ ഞാൻ പോരുന്ന വഴി ഹബീബായ സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഇഷ്കിൽ ലയിച്ചു ചേർന്നപ്പോ അവിടുന്ന് പറഞ്ഞത് മുഴുവനും എന്താണെന്നല്ലേ? ഓ ഇന്ന ജദ്ദി റസൂലുള്ളാഹി കാന യഖൂൽ അൻതൽ ഖലീഫതു ലി ഫീ ഖൈരി കുല്ലി മഖൂൽ ഫകുല്ലി ഉമ്മത്തിയൽ മദദർതലാക വഖൂൽ ഫഅൻത ഖയ്യിമു ശർഇ മുഹിയുദ്ദീൻ യാ മുഹി ദീനി.
ഞാൻ അള്ളാഹുവിന്റെ എന്റെ വല്ലിപ്പ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ എന്റെ ഉപ്പാപ്പയായ സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി. അവിടുത്തെ ഉമ്മത്തുകൾക്ക് മരുന്ന് നൽകാൻ, സഹായം നൽകാൻ, അവർക്ക് ഖലീഫയായി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണെന്ന് ഓസുല്ലാലം പറയുമ്പോ, അതുകൊണ്ട് തന്നെ മഹാനായ ഓസുല്ലാലം തങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം 500 കൊല്ലം കഴിഞ്ഞ് വന്നാലും അവിടുന്ന് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അവിടെ ഓടിയെത്തുകയാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി. മഹാനവറുകൾ പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റപ്പോ നാവിന് സ്ഫുടത കിട്ടുന്നില്ല. ഏറ്റവും വലിയ വിഷമം അതല്ലേ? അപ്പയാണ് യാ റസൂലല്ലാഹ് എന്ന് ചിന്തിക്കേണ്ട താമസം അള്ളാന്റെ ഹബീബ് അവിടുത്തെ വായ തുറക്കാൻ പറയുകയാണ്, വാഴയിലേക്ക് തുപ്പിക്കൊടുക്കുകയാണ്. പിന്നെ ഒരു പ്രശ്നവുമില്ല. വേദം വിളങ്ങിപ്പാൻ മാടിച്ചാരേ വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തോർ നാവാൽ മൊളിയുന്ന ഇൽമ കുറിപ്പാനായി 400 അക്കാമി അവർ ചുറ്റുമുള്ളവർ. അള്ളാന്റെ ഹബീബ് അവിടെ എത്തി പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. പിന്നെ തന്റെ നാവിൽ നിന്ന് വരുന്ന മുത്തുകൾ പെറുക്കിയെടുക്കാൻ 400ഓളം ശിഷ്യന്മാരാണ്. അള്ളാഹു ആ മഹാത്മാക്കളെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നേരെ ആ സാദാത്യങ്ങൾ നമ്മുടെ മജ്ലിസിൽ നേരത്തെ നമ്മുടെ കടവത്തൂർ ഉസ്താദ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ചെലവ് ഇവിടുന്ന് നമുക്ക് കിട്ടണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തങ്ങപ്പാപ്പാനെ മുസാഫത്ത് ചെയ്യാൻ അവസരം ഉണ്ടാവും. അതിന് മുമ്പായി 1100 രൂപയുടെ കുറച്ച് ആളെ കിട്ടിയാൽ നമുക്ക് ഇന്നത്തെ ഫണ്ട് ക്ലിയർ ആക്കണം. എല്ലാ സഹോദരിമാരും സഹോദരന്മാരും നല്ല ഉദ്ദേശം വെച്ച് 1100 രൂപ ഇന്നില്ലെങ്കിൽ തൊട്ടടുത്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ പേരും ഒക്കെ കൊടുത്ത് ഏൽപ്പിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. താജുൽ ഉലമയും ഗുണ്ടൂർ ഉസ്താദൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട രണ്ടുപേരെയും ചെല്ലാൻ പോവാ. ഒക്കെ ചൊല്ലിക്കോളി. ഇന്നായ ഖൈറല്ലാനാമി ജീനാകാനൈ ലൽമാറാമി ഇല്ലം തുഞ്ചി ലാഫമൈൻ ജീനാമവൽ ഹൈരീനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഈ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരാൾ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞോളും. 1100 രൂപ നമ്മളെ മജ്ലിസിൻ്റെ ഈ മഹത്തായ സംരംഭം അത് കടാക്കാൻ പറ്റില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരാൾ ഉസ്താദേ അള്ളാഹുവേ അവരെ ഉദ്ദേശം നീ പൂർത്തിയാക്കണേ അല്ലാ. ഇതിന് പകരമായി നീ ബറക്കത്ത് നൽകണേ അല്ലാ. സ്ത്രീകളുടെ ഭാഗത്തൊരു കുട്ടി സമയം തങ്ങന്മാരെത്തിയത് കൊണ്ട് നീട്ടണില്ല. എന്നാലോ ഈ സംരംഭത്തിന് തങ്ങന്മാർ കുറേ പപ്പാനെ കൊണ്ട് പിരിപ്പിച്ചാൻ കഴിയൂല. പെട്ടെന്ന് ഒരാൾ ഈ സ്ത്രീകളുടെ ഭാഗത്തുമേ കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവേ. കൽബിൽ നല്ല ഉദ്ദേശം വെച്ച് പറഞ്ഞോളി. ഒത്തുല്ലാതെ മുൻനിർത്തിയിട്ട് അവിടുത്തെ മധു പറഞ്ഞ മജ്ലിസാ. 1100 രൂപ കൊടുക്കാൻ പറ്റില്ലല്ലോ സ്ത്രീകളുടെ ഭാഗത്തും. അള്ളാഹു ഈ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ കടുപ്പ വീടണം. യാ അല്ലാഹു തുബ് അലൈനാ ഫീ സുംറതി സാലിഹീന ബിഹഖിൽ ഹബീബി ഖുർറത്തിൽ ഐനൈനി സാലിമീന അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ ഈ മജ്ലിസിനെ മുൻനിർത്തിയിട്ട് സദഖ പറയുന്നവർ ഈ അഹ്ലു ബൈത്തുകൾ ഞങ്ങൾക്ക് ദർക്കാനെത്തിയിരിക്കുകയാണ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. സമ്പത്ത് നൽകുന്നവൻ നീയാണ് റബ്ബേ. ഇതിന് പകരമായി നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആവശ്യമില്ലാത്ത ചെലവുകൾ നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്.
എല്ലാ തങ്ങന്മാർ വന്നാലും പെട്ടെന്ന് നിർത്തും. ജഹിലാബിദ്ദീൻ ബാപ്പയ്ക്ക് തങ്കപ്പാപ്പ എന്നെ കൊണ്ട് നല്ല പാട്ട് പാടിപ്പിച്ചത് തങ്കപ്പാപ്പയാണ്. ഞാൻ നല്ല ഇവിടെ പോലും നിർത്താതെ എന്നെ കൊണ്ട് വേദറിച്ചും പാട്ട് പഠിപ്പിച്ചലുണ്ട്. ആ ബർക്കത്ത് വിചാരിച്ച് ഞാൻ പാടില്ല. നിങ്ങൾ കാശ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. ഞാൻ കുടിക്കല്ലേ എല്ലാവരും قد آتاك من آتاك باغتنام من رضاك نرجو حتى لن هداك يا رحمة العالمين لا إله إلا الله. എല്ലാവരും പെട്ടെന്ന് സമയം നീട്ടാൻ ഓരോരുത്തരും പറഞ്ഞ് എനിക്കറിയാം പെട്ടെന്ന്. മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബിന്റെ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സാദാത്യങ്ങൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ വീട് കുടിലുകൾ നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവരെ സഹോദരി എടുത്ത് മരണപ്പെട്ടു പോയ അലിബാഫക്കി തങ്ങ പാപ്പാന്റെ ഭാര്യ അവിടുത്തെ ഖബർ നീ നേരം പോക്ക് നൽകണേ അല്ലാഹ്. ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ഉമ്മാന്റെ കൂടെ ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഈ നമ്മുടെ തങ്ങപ്പാപ്പന്റെ പിതാവായ മുസ്ലിം സമുദായത്തിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങപ്പാപ്പ അവരെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. എൻ്റെ ഉസ്താദെ എഴുത്ത് കഴിഞ്ഞാൽ എത്ര ആളയക്കണ്? ഏൻ പറയും, ഒരു 10 ആളെങ്കിലും അയക്കണോ? 10 ആളായോ? 10 ആയി. ഇത് ആണുങ്ങളത് മാത്രമല്ലേ, ഇനിയും ഉണ്ടാവുമല്ലോ ഒരു 501 ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഉണ്ടെന്ന്. പെട്ടെന്ന് നമ്മൾ ഈ മജ്ലിസിനകത്ത് കടവത്തൂർ ഉസ്താദ് പറഞ്ഞ പോലെ സ്ഥാപന കായുകൊണ്ട് ഈ പരിപാടി നടക്കൂല. എല്ലാവരും കൊടുക്കി. യാ നൂറൽ ഹുദാ അലൈക സ്വലാത്തു മാ അസ്സലാമി ഖുദ് ബി ഐദി നാഫകുന്നാ ഫിൽ ഉമൂരി ഹൈരീനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. നിർത്താനായില്ലേ? കൈ ഉണ്ടായ പരിപാടിക്ക് ഒരു മഹ്മൂദ് ഹാജി തങ്ങപ്പാപ്പാന്റെ കൈക്ക് തന്നെ 10,000 രൂപ തരാൻ വിചാരിച്ചിരുന്നു. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അവരെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ വിഷയത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഞാൻ വേമൊഴി ആദിയോവൽ മൈദരായി പാടച്ച് വെച്ച മുഹമ്മദാ ബദറിലും ബദൻ ലംഘിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു. സ്ത്രീകളുടെ ഭാഗത്ത് എല്ലാവരും നല്ലൊരു സംഖ്യ സംഭാവന ചെയ്യണം. ഓസുല്ലാലമന് ഒരുപാട് മദ്ഹ് പറഞ്ഞ മജ്ലിസ. അതേ പ്രകാരം സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഈ മജ്ലിസിക്ക് കൊടുത്തേക്കണം. നമ്മുടെ സ്ഥാപനം അള്ളാഹു അതിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ വിഷയത്തിലും അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. പെർഷ്യയിലെ മദായിൻ്റെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ കള്ളന്മാര് പിടിക്കുകയാണ്. രക്ഷപ്പെടാൻ ഇവിടെ ഒരാളുമില്ല. പോലീസുകാരില്ല, പട്ടാളക്കാരില്ല, ക്രമസമാധാന പാലകന്മാരില്ല. അവരങ്ങ് വിളിക്കുകയാണ്, യാ ഗൗസും യാ മുഹിയുദ്ദീൻ. മരത്തിന്റെ മെതിയടിയായ ചെരുപ്പ് വന്നു വീണ് 2 കൊള്ളക്കാരതാ അവിടെ വെച്ച് കൊല ചെയ്യപ്പെടുകയാണ്. അവരതാ സ്വർണ്ണ നാണയങ്ങളുമായി അവിടെ നിന്നതാ ആസ്മാനപ്പെട്ട ഗൗസുല്ലാലമിന്റെ ഹദറത്തിലേക്ക് ആ ചെരുപ്പുമായി വന്നപ്പോഴാണ് പറയുന്നത്, ആ കുടുങ്ങിയ ഘട്ടത്തിൽ വിളിച്ചപ്പോ അവിടത്തെ സഹായം കിട്ടിയ അനുഭവം പങ്കുവെക്കുകയാണ്. കാഫിലക്കാരേ കള്ളർ പിടിച്ചാരേ കാണാ നീലത്തിന്ന് കബാൽ കൊന്നോവർ. എല്ലാ പ്രതിസന്ധിയിലും ആ മഹാത്മാക്കളെ കാവൽ അല്ലാഹു നൽകുമാറാകട്ടെ. പുത്തൂർ മർക്കസിൻ്റെ
പ്രസിഡൻറ്റുമായ എല്ലാമായ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെയുണ്ട്. അന്നാൾ ഞാൻ വന്നപ്പോൾ നേരത്തെ ഇൻസൂലി ഇങ്ങനെ വെക്കണ് കാണുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ആ വിഷം അല്ലാഹു തആല മുത്തുനബിൻ്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.